എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലി അങ്ങനെ അലീനയോട് ഫ്രണ്ട് സീറ്റിൽ കയറി ഇരിക്കാൻ പറയുമ്പോൾ അലീന വല്യപ്പച്ചനോട് ഫ്രണ്ടിൽ ഇരിക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ അലീനനെ വീണ്ടും വിളിക്കുന്നുണ്ട്. സ്റ്റാൻലി വിളിക്കും. അലീന ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ കേട്ടു എന്ന് പറയേ. പിന്നെ എന്താ പറഞ്ഞത് അനുസരിക്കാൻ എന്തെങ്കിലും മടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ മുഖമൊക്കെ അങ്ങ് പെട്ടെന്ന് വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വന്ന് ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കും. അപ്പച്ചൻ ബാക്കിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ കയറിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു വിനോദിനെ കൊണ്ടുപോകുന്നില്ലേന്ന്. അപ്പോൾ ഇന്ന് കൊണ്ടുപോകുന്നില്ല പറഞ്ഞിട്ട് അവരങ്ങ് പോകും ട്ടോ. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട് വിനോദിനോട് കേണൽ സാബിൻ്റെ മോളെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വിനോദ് പറയും ആ കൊച്ചു അടിപൊളിയല്ലേ, ഇത്രയും ദിവസം ഈ കൊച്ചു എവിടെയായിരുന്നാവോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് സ്റ്റാൻലിയും അലീനയും വല്യപ്പച്ചനും കൂടെ അവരുടെ തോട്ടത്തിലെത്തിയതാണ്. അലീന പോകുമ്പോഴും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. പിന്നീട് അവിടെ എത്തിയിട്ട് സ്റ്റാൻലി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അലീനയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. സ്റ്റാൻലിയാണ് അവിടെ ഈ ഇത് വാങ്ങിച്ചിട്ട് റബ്ബറൊക്കെ വെച്ച് പിടിപ്പിച്ചത് എന്നൊക്കെ പറയും. ഒരു ഗൾഫുകാരൻ്റെതായിരുന്നു, അയാളുടെ കയ്യിൽ നിന്ന് ഞാനാണ് ഇത് വാങ്ങിച്ച് റബ്ബറൊക്കെ വെച്ച് പിടിപ്പിച്ചതെന്ന് പറയുമ്പോൾ തന്നെത്താൻ ചെയ്തതല്ലല്ലോ, പണിക്കാരെ വെച്ച് ചെയ്യിപ്പിച്ചതല്ലേ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ അതെ അത് ശരിയാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി പണിക്കാർക്ക് കൂലി കൊടുത്താണ് ഇതിങ്ങനെ ആക്കിയെടുത്തത് എന്ന് പറയുമ്പോൾ പണിക്കാരല്ലേ അത് ചെയ്തത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നീട് അലീന അങ്ങ് പോയി കഴിയുമ്പോൾ വല്യപ്പച്ചനോട് ഇങ്ങനെ സ്റ്റാൻലി ചോദിക്കുകയാണ് അവൾക്ക് നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ, ബുദ്ധി കുറവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട് ബുദ്ധി കൂടുതലാണ്, നീ പറഞ്ഞതും അവൾ ചോദിച്ചതും ഒക്കെ ശരി തന്നെയാണ് എന്ന് പറയും കേട്ടോ. പിന്നീട് അലീനയാണെങ്കിലും അവിടെ തോട്ടെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ തിരിച്ചു വരും കേട്ടോ സ്റ്റാൻലിയുടെ അടുത്തേക്ക്. എന്നിട്ട് ഇതെല്ലാം പപ്പയുടെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ എല്ലാം എൻ്റെ തന്നെയാണെന്ന് പറയട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാസം ഒരു ദിവസം എത്ര വരുമാനം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസം 1,00,000 അടുത്തൊക്കെ കിട്ടും എന്നിങ്ങനെ പറയുമ്പോൾ 1,00,000 അപ്പോൾ ഒരു മാസം 30,00,000 രൂപയാവുമല്ലോ, ഈ പൈസയ്ക്ക് എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുറേ നമ്മൾ ഈ തോട്ടത്തിൽ തന്നെ ഇറക്കണം, ഇങ്ങനെ പണിക്കാർക്കും ഒക്കെ പിന്നെ കൂലിയൊക്കെ കൊടുക്കണ്ടേ, അപ്പോൾ അത് എന്നാലും ലാഭം കിട്ടുമല്ലോ, ഒരു വർഷത്തിൽ 1 കോടിയെങ്കിലും ലാഭം കിട്ടാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അതൊക്കെ കിട്ടുമെന്ന് കേട്ടോ. അപ്പോൾ വല്ലവർക്കും സംഭാവന കൊടുക്കാറുണ്ടോ എന്നൊക്കെ അലീന ചോദിക്കും കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ വേറെയുള്ള പിരിവുകാരൊക്കെ വരും, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാറുണ്ട്, അതൊക്കെ ആൻ്റപ്പനാണ് ചെയ്യുന്നത്, ഞാൻ ഈ ചെറിയ കാര്യങ്ങളൊന്നും നോക്കാറില്ല എന്ന് പറയും. പിന്നീട് അലീന ചോദിക്കുന്നത് അനാഥാലയങ്ങൾക്കോ അതുപോലെ തന്നെ ഇങ്ങനെ പഠിക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഒക്കെ അങ്ങനെ സഹായിക്കാറുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലിക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ല. സ്റ്റാൻലി ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോഴേ അലീന തിരിച്ച് സ്റ്റാൻലിനോട് ചോദിക്കുകയാണ് കേട്ടോ. സ്റ്റാൻലി ഇങ്ങനെ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളെ 23 വർഷക്കാലം വളർത്തിയത് ഒരു അനാഥാലയമാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിലും തറപ്പിച്ചൊരു നോട്ടം അലീനേനെ ഇങ്ങനെ നോക്കിയേ, എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങ് പോകും കേട്ടോ, വണ്ടിയിൽ കയറിയിരിക്കും. എന്നിട്ട് അപ്പോൾ വല്യപ്പച്ചൻ അലീനയോട് പറയുന്നുണ്ട് അവന് കുറച്ച് ദേഷ്യമായി എന്ന് തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ, ഉള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാണ്, അവന് പണ്ടേ കുറച്ച് ദേഷ്യമുള്ളതാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അഹംഭാവം കുറച്ചാൽ മതി, അപ്പോൾ ദേഷ്യം കുറഞ്ഞോളൂ എന്നാണ് അലീന പറയുന്നത്. അപ്പോഴേക്കും അവിടെ നിന്ന് ഹോൺ അടിക്കും കേട്ടോ ഇവർ അവിടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സ്റ്റാൻലി. പിന്നീട് വല്യപ്പച്ചൻ പറയും വാ നമുക്ക് പോവാം, ഇനി അവനെ കൂടുതൽ ദേഷ്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അലീനയുടെ കയ്യും പിടിച്ച് വല്യപ്പച്ചനും അലീനയും വണ്ടിയിൽ കയറും കേട്ടോ. പിന്നീട് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിലും അവർക്ക് അവിടെ ഒരു കമ്പനിയൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കെട്ടിടം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ അവിടെയാണ് നമ്മുടെ കമ്പനി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അവിടെ ഒരു ഓഫീസും ഉണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ അവർ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ വണ്ടി നിർത്തും കേട്ടോ. അപ്പോൾ ഓഫീസിലൊന്ന് കയറിയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ ഞാനും കൂടെ വരട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ എന്തിനാ വരുന്നത്, അവിടെ 2-3 ആൾക്കാർ കസേരയിൽ ഇരിക്കുന്നത് കാണാനാണോ എന്ന് നോക്കി. അപ്പോൾ വല്യപ്പച്ചൻ പറയും അവൾ വന്ന് നിന്നോളാന്ന് പറഞ്ഞില്ലേ, പിന്നെ നിനക്ക് എന്താ കുഴപ്പമെന്ന് പറയും. അപ്പോൾ അലീനയും പറയുന്നുണ്ട് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന്, എനിക്ക് എന്തിനാ ഇഷ്ടക്കേട്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്തായാലും അലീനയും വല്യപ്പച്ചനും വണ്ടിയിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോഴേക്കും അവിടുന്ന് ഓഫീസിൽ നിന്ന് ആരോ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നേ സ്റ്റാൻലിനോട്. അപ്പോൾ അലീനേനെ അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻലി പരിചയപ്പെടുത്തുന്നുണ്ട് ഇതെൻ്റെ മകളാണെന്ന്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറയും ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ കേട്ടോ. എന്നിട്ട് അകത്തേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഒരു സ്ത്രീയും അങ്ങോട്ടേക്ക് വന്നിട്ട് വല്യപ്പച്ചനെയും അലീനേനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ. സ്റ്റാൻലി അപ്പോഴേക്കും അവിടെ ഓഫീസിലെത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഫയലൊക്കെ എടുത്ത് നോക്കി ഇങ്ങനെ ഓരോന്ന് സംശയമൊക്കെ ചോദിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളോട് അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഫയലൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയൊക്കെ ചെയ്യുന്നുണ്ട് ദേഷ്യപ്പെട്ട്. പിന്നീട് അലീനയും വല്യപ്പച്ചനും സംസാരിക്കുകയാണ്. വല്യപ്പച്ചൻ അലീനയോട് ചോദിക്കുന്നുണ്ട് അവൻ്റെ ഓഫീസ് എങ്ങനെയുണ്ട്, കൊള്ളാം നല്ലതാണെന്ന് പറയട്ടോ അലീന. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം പപ്പയുടേതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ അവൻ്റെയാണെന്ന് പറയും. അപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെ കുടുംബസ്വത്തൊന്നും കൊടുത്തിട്ടില്ലേ വല്യപ്പച്ച എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവന് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കൂടി ഇതിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ എന്നിട്ട് പപ്പ പറയുന്നത് ഇതെല്ലാം പപ്പ സ്വയം ഉണ്ടാക്കിയതാണെന്നാണല്ലോ, നീ അവനിങ്ങനെ കുറച്ച് കാണല്ലോ കേട്ടോ എന്നിങ്ങനെ വല്യപ്പച്ചൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കാണുമോ, എൻ്റെ പപ്പയല്ലേ എന്ന് പറയും. അപ്പോഴേക്കും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുകളും അലീനേനെ പരിചയപ്പെടാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അവിടുത്തെ 2 സ്റ്റാഫുകളാണ്. അക്കൗണ്ടൻറ്റും അതുപോലെ തന്നെ ഫീൽഡ് സൂപ്പർവൈസറൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വന്ന് പരിചയപ്പെടും. അലീനയോട് ഇപ്പം ഇങ്ങനെ പഠിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞു എന്ന് അലീന പറയും. അപ്പോൾ ജോലിക്ക് ശ്രമിച്ചില്ലേ എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ജോലിയുടെ ആവശ്യമില്ലല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയും അവൾ ഈ തോട്ടമൊക്കെ നടത്താൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അതും നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ പിന്നെ അവരങ്ങ് പോകുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോൾ വല്യപ്പച്ചനോട് അലീന ചോദിക്കുകയാണ്, പപ്പ ഇങ്ങനെ മൂക്കുമുട്ടെ കള്ള് കുടിച്ച് ഇവിടെ വന്നിരിക്കുകയല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അല്ല, അവൻ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നിങ്ങനെ വല്യപ്പച്ചൻ അലീനയോട് പറയും. ഞാൻ ഇടപെടേണ്ടി വരുമോ എന്നിങ്ങനെ അലീന ചിരിയോടുകൂടി ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വല്യപ്പച്ചനും ചിരിച്ചുകൊണ്ട് പറയും. പിന്നീട് അവർ ഓഫീസിൽ നിന്ന് തിരിച്ച് പോയി വീണ്ടും ഇങ്ങനെ തോട്ടത്തിൻ്റെ അവിടെ ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു തോടിൻ്റെ അവിടെ എത്തുമ്പോൾ സ്റ്റാൻലി ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ആ തോടിൻ്റെ അപ്പുറത്ത് ഞാനൊരു ചെക്ക് ഡാം പണിയാൻ പോവുകയാണെന്ന്. അപ്പോൾ അതെന്തിനാന്ന് അലീന ചോദിക്കുമ്പോൾ അത് ഫാക്ടറിയിലേക്ക് വെള്ളം വേണമെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഫാക്ടറിയിലേക്ക് എവിടുന്ന വെള്ളം എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഫാക്ടറിയുടെ അടുത്തൊരു കുളമുണ്ട്, അതിൽ നിന്നുള്ള വെള്ളം നമുക്ക് തികയുന്നില്ല, അപ്പോൾ വേറെ സോഴ്സ് നോക്കിയേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, തോട് പൊതുസ്വത്തല്ലേ, അപ്പോൾ അത് അവിടെ ചെക്ക് ഡാം പണിയാൻ സർക്കാരിൻ്റെ അനുമതി വേണ്ടേന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി അതൊക്കെ വേണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള അനുമതിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരെ എങ്ങനെ സമ്മതിക്കുമോ എന്നൊക്കെയാണ് കേട്ടോ അലീന ചോദിക്കുന്നത്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, ഈ കാലത്ത് ചിക്ലി കൊടുത്താൽ എന്താ മോളെ നടക്കാത്തത്, അപ്പോൾ ചെക്ക് ഡാം പണിയാനുള്ള സാങ്ഷനൊക്കെ അവൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ കൈക്കൂലി കൊടുത്ത് വാങ്ങിയോ എന്നിങ്ങനെ അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഏതൊക്കെയോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരെല്ലാം പൈസ കൊടുത്ത് ഒതുക്കി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നാട്ടുകാരെ എതിർത്തില്ലേന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു കുടിവെള്ള പദ്ധതിയും കൂടെ ഞാൻ അതിൻ്റെ അടുത്തായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു വാട്ടർ ടാങ്ക് കൂടെ വെച്ചിട്ട്, അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചില വീടുകൾക്ക് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കും എന്ന് പറയുകയാണ്. അപ്പോൾ വേനൽക്കാലത്ത് വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് പേർക്ക് ക്ഷാമമൊക്കെ ഉണ്ടാവും, അപ്പോൾ ഏതൊരു പദ്ധതി വന്നാലും കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതിപ്പോൾ വ്യവസായശാലയാണെങ്കിലും അതുപോലെ തന്നെ റോഡ് വീതി കൂട്ടുകയാണെങ്കിലും ഇനിയിപ്പോൾ റെയിൽവേ ലൈൻ വരെയാണെങ്കിലും കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ സ്റ്റാൻലി പറയുമ്പോൾ അത് ശരിയാണ്, അത് നാട്ടുകാർക്കും കൂടെ ഉപകാരപ്പെടുന്ന കാര്യമാണ്, പക്ഷേ ഇവിടെ ആർക്കാ ഉപകാരം, ഒരേ ഒരാൾക്ക് മാത്രമാണെന്ന് പറയും. അപ്പോൾ അത് സ്റ്റാൻലിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ സ്റ്റാൻലി അലീനയോട് ചോദിക്കുകയാണ്, നീ കമ്മ്യൂണിസ്റ്റുകാരിയാണോ, നിൻ്റെ പാർട്ടി ഏതാ, നിൻ്റെ നേതാവ് ആരാ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ നേതാവ് യേശുവാണ്, ലോകത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പച്ചനാണെങ്കിലും ചിരിക്കും. അപ്പോൾ സ്റ്റാൻലിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സ്റ്റാൻലി വേഗം ചെന്ന് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അപ്പച്ചനാണെങ്കിലും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഹോൺ അടിക്കും, നമുക്ക് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെല്ലാം, നീ അവനെ ദേഷ്യം പിടിപ്പിക്കാനുള്ള പരിപാടി തന്നെയാണല്ലേ എന്ന് പറയും. എന്നിട്ട് അവരും ചെന്ന് വണ്ടിയിൽ കയറും കേട്ടോ. അവർ കയറി ഉടനെ തന്നെ സ്റ്റാൻലി ഭയങ്കര സ്പീഡിലാണ് കേട്ടോ വണ്ടി എടുത്ത് പോകുന്നത്. അപ്പോൾ വല്യപ്പച്ചൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, ലാലിച്ച എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്, എന്തോന്നാണ് അതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഭയങ്കര സ്പീഡിലങ്ങ് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ഭയങ്കര ദേഷ്യത്തിലാണെന്ന്. അപ്പോൾ അലീന സ്റ്റാൻലിയുടെ കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി വണ്ടി നിർത്തിയിട്ട് അലീനയോട് പറയുകയാണ്, ഞാൻ ചെക്ക് ഡാം പണിയുന്നില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ വല്യപ്പച്ചനും ഒരു ചിരിയോടുകൂടി ഇങ്ങനെ സ്റ്റാൻലി അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്, വൈജയന്തി ഒരു വേലക്കാരിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണയാണെങ്കിലും ആ ചേച്ചിനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ മലപ്പുറം കത്തി മെഷീൻ ഗണ്ണും ഒലക്കയുടെ മൂടൊക്കെ ഉണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് സ്റ്റാൻലി ആണെങ്കിൽ അലീനയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ഇങ്ങനെ അനാഥാലയത്തിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്നും സ്റ്റാൻലിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് സംസാരം വേണ്ടാന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്നാണ് വന്നത്, എന്നെ അവിടെ തന്നെ അങ്ങ് കൊണ്ടാക്കിയേക്കെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പോകുന്ന അലീനനെ കാണിക്കുന്നുണ്ട്. പിന്നീട് വല്യപ്പച്ചനോട് സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, ചിലതൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ കൊള്ളുകയും ചെയ്യും പൊള്ളുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്.